ഈ ഡോക്ടർമാരിൽ കൂടുതൽ പേരും മണ്ടന്മാരാണ്. സമീപകാല സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സംശയമാണ്. അത് എല്ലാ മേഖലകളിലും കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ചെയ്യുന്നവരുണ്ട്, സ്വന്തം ജോലിയെ ഒരു കടമ്പ കഴിക്കുന്ന പോലെ ചെയ്യുന്നവരുണ്ട്, മറവിയുള്ളവരുണ്ട്, ഓർമ്മശക്തിയുള്ളവരുണ്ട്, പ്രൊഫഷനെ ദൈവികമായി കാണുന്നവരുണ്ട്, പ്രൊഫഷനെ ഒരു വഴിപാടായി കാണുന്നവരുണ്ട്. എല്ലാ മേഖലയിലുമുണ്ട്. അത് തന്നെ നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ഡോക്ടർ ആണെന്ന് കരുതിയിട്ട് അദ്ദേഹം വലിയ ബുദ്ധിജീവി ആകണം എന്നില്ല. ഡോക്ടർമാരെ നമ്മൾ പ്രത്യേകിച്ച് കേരള സമൂഹം കാണുന്നത് ദൈവത്തെ പോലെയാണ്. അതുകൊണ്ട് ഇവർ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ഫൈനലാണെന്നും സത്യമാണെന്നും ശരിയാണെന്നും വിശ്വസിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്കുണ്ട്. അവരും മനുഷ്യരാണ്. ഇവരാരും തെറ്റുകൾക്ക് അതീതരല്ല. അവർക്കും തെറ്റ് സംഭവിക്കാം, മണ്ടത്തരങ്ങൾ സംഭവിക്കാം. പക്ഷെ ഇത് ആരോഗ്യരംഗമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഡോക്ടർ മുകളിൽ പറഞ്ഞ ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് ഡോക്ടറായാലും, എത്ര പ്രശസ്തനായ ഡോക്ടറായാലും, എത്ര പ്രശസ്തമായ ഹോസ്പിറ്റൽ ആയാലും നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും എടുക്കണം. ചെറിയ അസുഖങ്ങളുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. മറ്റ് അസുഖങ്ങൾ, മറ്റ് പ്രൊസീജിയറുകൾ ഒക്കെ പറയുമ്പോൾ രണ്ടാമത് ഡോക്ടറെ കണ്ടോ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടോ ഈ പറയുന്നത് ശരിയാണോ എന്ന് ഒരു ക്രോസ് ചെക്ക് ചെയ്ത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് 2021 ജനുവരിയിൽ കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട്. അപ്പോൾ ഞാൻ എന്റെ നാട്ടിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവര് എല്ലാ ടെസ്റ്റും ചെയ്തു, ECG, എക്കോ അടക്കമുള്ള എല്ലാ ടെസ്റ്റും ചെയ്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനെ വിട്ടു. പക്ഷെ എനിക്കിത് മാറുന്നില്ല. പിറ്റേ ദിവസവും ഇതേ പ്രശ്നം. അപ്പോൾ വീണ്ടും അവിടെ ചെല്ലുന്നു. അവർ പറയുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു, ഗ്യാസിന്റെ മരുന്ന് തന്നു, തിരിച്ചു വീട്ടിൽ വിട്ടു. പിന്നെയും ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാ ടെസ്റ്റും നടത്തി, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 24 hours ഒബ്സർവേഷനിൽ കിടക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തിരികെ വന്നു, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് അവർ കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്തു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. കൃത്യസമയത്ത് ചെന്നതുകൊണ്ട് പ്രൊസീജിയർ ചെയ്തു, എന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ജീവൻ നമ്മുടേതാണ്. ജീവൻ പോയതിനു ശേഷം ഡോക്ടറുടെ പേരിലോ ആശുപത്രിയുടെ പേരിലോ ഒക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്താണ് കാര്യം? ഏത് മരുന്ന് എഴുതിയാലും, ഏത് പ്രൊസീജിയർ പറഞ്ഞാലും നമ്മൾ ഒരു ക്രോസ് ചെക്ക് ചെയ്ത് നമ്മുടെ അറിവ് ഉപയോഗിച്ചിട്ടോ മറ്റ് ഡോക്ടർമാരുടെ അറിവ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ തന്നെയായാലും രണ്ടാമത് ഒരു ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുവാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം ജീവൻ നമ്മുടെ. നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവമുണ്ടോ?